ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? എ. വിധി, ബി. നിശ്ചിത സ്ഥാനം, സി. ധാരാളം ജോലി, ഡി. വിശ്രമസമയം. ഉത്തരം സി. ധാരാളം ജോലി. ചോദ്യം 2. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആരുടെ സന്തതികളുടെ മേലാണ് ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? എ. പിശാചിൻ്റെ, ബി. അബ്രാഹത്തിൻ്റെ, സി. മനുഷ്യൻ്റെ, ഡി. ആദത്തിൻ്റെ. ഉത്തരം ഡി. ആദത്തിൻ്റെ. ചോദ്യം 3. ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? എ. സമ്പത്തിനെക്കുറിച്ച്, ബി. മരണദിനത്തെക്കുറിച്ച്, സി. സന്താനങ്ങളെക്കുറിച്ച്, ഡി. ശത്രുവിനെക്കുറിച്ച്. ഉത്തരം ബി. മരണദിനത്തെക്കുറിച്ച്. ചോദ്യം 4. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ വിഭ്രാന്തി ഉളവാക്കുന്നതെന്ത്? എ. ദിവാസ്വപ്നം, ബി. ദുസ്വപ്നം, സി. മയക്കം, ഡി. നിശാനിദ്ര. ഉത്തരം ഡി. നിശാനിദ്ര. ചോദ്യം 5. എന്തിനോട് അടുക്കുമ്പോഴാണ് ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നത്? എ. കരയോട്, ബി. കടലിനോട്, സി. രക്ഷയോട്, ഡി. മരണത്തോട്. ഉത്തരം സി. രക്ഷയോട്. ചോദ്യം 6. ദുഷ്ടർ നിമിത്തം ഉണ്ടായത് എന്ത്? എ. മരണം, ബി. രോഗം, സി. ജലപ്രളയം, ഡി. മഹാമാരി. ഉത്തരം സി. ജലപ്രളയം. ചോദ്യം 7. ആർക്കാണ് സന്തോഷം ലഭിക്കുക? എ. നീതിമാന്, ബി. ദൈവഭക്തന്, സി. രാജാവിന്, ഡി. ഔദാര്യശീലന്. ഉത്തരം ഡി. ഔദാര്യശീലന്. ചോദ്യം 8. ആരാണ് നിശേഷം പരാജയപ്പെടുക? എ. കൈക്കൂലിക്കാരൻ, ബി. പാപികൾ, സി. ദൈവഭയമില്ലാത്തവൻ, ഡി. അനീതി പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ബി. പാപികൾ. ചോദ്യം 9. ആരുടെ സന്തതികളാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്? എ. പാപികളുടെ, ബി. അസൂയാലുവിൻ്റെ, സി. ദൈവഭയമില്ലാത്തവൻ്റെ, ഡി. അഹങ്കാരിയുടെ. ഉത്തരം സി. ദൈവഭയമില്ലാത്തവൻ്റെ. ചോദ്യം 10. എന്താണ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയായിരിക്കുന്നത്? എ. കാരുണ്യം ദൈവഭക്തി, ബി. സ്നേഹം കാരുണ്യം, സി. ദൈവഭക്തി ദാനധർമ്മം, ഡി. ദൈവഭയം കാരുണ്യം. ഉത്തരം എ. കാരുണ്യം ദൈവഭക്തി. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 17-ഉം 27-ഉം വാക്യങ്ങളനുസരിച്ച്. ചോദ്യം 11. എന്നേക്കും നിലനിൽക്കുന്നതെന്ത്? എ. വചനം, ബി. സത്യം, സി. ദാനധർമ്മം, ഡി. ദൈവരാജ്യം. ഉത്തരം സി. ദാനധർമ്മം. ചോദ്യം 12. സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ ഭാഗ്യവാൻ ആരാണ്? എ. നിധി ലഭിച്ചവൻ, ബി. ദൈവകൃപ ലഭിച്ചവൻ, സി. സമ്പന്നൻ, ഡി. ദൈവഭക്തൻ. ഉത്തരം എ. നിധി ലഭിച്ചവൻ. ചോദ്യം 13. സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്ത്? എ. സൽപ്പേര്, ബി. നിഷ്കളങ്കയായ ഭാര്യ, സി. നീതി പ്രവർത്തിക്കുന്നത്, ഡി. ദൈവഭക്തനായിരിക്കുന്നത്. ഉത്തരം ബി. നിഷ്കളങ്കയായ ഭാര്യ. ചോദ്യം 14. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ഇവയേക്കാൾ ശ്രേഷ്ഠമായതെന്ത്? എ. പ്രാർത്ഥന, ബി. ദൈവഭക്തി, സി. ജ്ഞാനതൃഷ്ണ, ഡി. ദാനധർമ്മം. ഉത്തരം
സി ജ്ഞാനതൃഷ്ണ. ചോദ്യം 15. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമായതെന്ത്? എ തേൻ, ബി നൃത്തവും സംഗീതവും, സി ഇമ്പമുള്ള മനുഷ്യസ്വരം, ഡി കുയിൽനാദം. ഉത്തരം സി ഇമ്പമുള്ള മനുഷ്യസ്വരം. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 16. എപ്പോഴും സ്വാഗതാർഹർ ആയത് ആര്? എ സഹോദരങ്ങൾ, ബി സുഹൃത്തും സഹചാരിയും, സി മാതാപിതാക്കൾ, ഡി ബന്ധുക്കൾ. ഉത്തരം ബി സുഹൃത്തും സഹചാരിയും. ചോദ്യം 17. ആരുടെ സന്ദർശനമാണ് ഹൃദ്യമായത്? എ സുഹൃത്തുക്കളുടെ, ബി അയൽക്കാരുടെ, സി ഭാര്യാഭർത്താക്കന്മാരുടെ, ഡി സഹോദരങ്ങളുടെ. ഉത്തരം സി ഭാര്യാഭർത്താക്കന്മാരുടെ. ചോദ്യം 18. വിഷമസന്ധികളിൽ ഉപകാരപ്പെടുന്നത് ആര്? എ സുഹൃത്തും സഹചാരിയും, ബി സഹോദരരും സഹായകരും, സി മാതാപിതാക്കൾ, ഡി ബന്ധുക്കളും അയൽക്കാരും. ഉത്തരം ബി സഹോദരരും സഹായകരും. ചോദ്യം 19. സുരക്ഷിതമായ അഭയം ഏത്? എ രാജാവ്, ബി ദൈവം, സി പ്രാർത്ഥന, ഡി ദാനധർമ്മം. ഉത്തരം ഡി ദാനധർമ്മം. ചോദ്യം 20. സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായതെന്ത്? എ നീതി പ്രവർത്തിക്കുന്നത്, ബി ദാനധർമ്മം, സി സതുപദേശം, ഡി ദൈവഭക്തി. ഉത്തരം സി സതുപദേശം. ചോദ്യം 21. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതെന്ത്? എ നൃത്തവും സംഗീതവും, ബി ധനവും ബലവും, സി സമ്പത്തും ഐശ്വര്യവും, ഡി ആരോഗ്യവും ശക്തിയും. ഉത്തരം ബി ധനവും ബലവും. ചോദ്യം 22. ആർക്കാണ് അന്യസഹായം തേടേണ്ടി വരില്ലാത്തത്? എ ദൈവഭക്തന്, ബി നീതിമാന്, സി ദൈവഭയമുള്ളവന്, ഡി വിശ്വസ്തന്. ഉത്തരം എ ദൈവഭക്തന്. ചോദ്യം 23. എന്തിനേക്കാൾ ഭേദമാണ് മരണം? എ അപമാനത്തേക്കാൾ, ബി ഭിക്ഷാടനത്തേക്കാൾ, സി കഠിനരോഗത്തേക്കാൾ, ഡി ദാരിദ്ര്യത്തേക്കാൾ. ഉത്തരം ബി ഭിക്ഷാടനത്തേക്കാൾ. ചോദ്യം 24. പൂരിപ്പിക്കുക. ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിച്ചാൽ അവൻ്റെ ഡാഷ് ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. എ ജീവിതം, ബി ആത്മാവ്, സി അസ്തിത്വം, ഡി വ്യക്തിത്വം. ഉത്തരം സി അസ്തിത്വം. ചോദ്യം 25. നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും ആരുടെ ഉദരത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്? എ ഭിക്ഷുവിൻ്റെ, ബി നിർലജ്ജൻ്റെ, സി ഭോജനപ്രിയൻ്റെ, ഡി പാപിയുടെ. ഉത്തരം ബി നിർലജ്ജൻ്റെ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.